അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മീൻ ഇല്ലെങ്കിലും അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട്. മീൻ എന്തൊക്കെ ഉണ്ട് ചേച്ചി? സൗണ്ട് വരുമോ? വേളാപ്പാര ഉണ്ട്, വേളാപ്പാര ഉണ്ട്, ചൂര ഉണ്ട്, ചാള ഉണ്ട്, പിന്നെ ചൂര കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസുകളുണ്ട് അല്ലേ? ഓക്കെ. അതിനുശേഷം നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ചൂരയും നൊത്തോലിയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ ഇനി 2-3 പേരും കൂടെ ഉണ്ട്. ഈ ചേച്ചിയും കൂടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ചേച്ചി? മീനൊക്കെ ഉണ്ടോ? ആറ്റുവാള അതൊക്കെയാണ്. ആറ്റുവാള ഈ ആറ്റുവാള ഒന്ന് എടുത്ത് കാണിക്കോ? ഈ ആറ്റുവാള. ഓക്കെ. ഈ ആറ്റുവാളക്ക് എത്ര രൂപ? റേറ്റ് എത്ര രൂപ? ഒറ്റ വില 100 രൂപ. 200 ഒറ്റ വില. ഒറ്റ വില. തേടെന്ന് പറയും, നമ്മൾ ആറ്റുവാള എന്ന് പറയും. ഏറ്റവും അവസാനം ഇവിടെ ലാസ്റ്റ് ഒരു ചേച്ചിയും കൂടെ മാത്രമേ വിൽക്കുന്നുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഉണക്ക മീനാണ് കൂടുതലായിട്ടും ഇവിടെ സെയിലുള്ളത്. എന്തൊക്കെ ഉണക്ക മീനുണ്ട് ചേച്ചി? വാളക്കരുവാടുണ്ട്. വാള എത്ര പീസാണ്? 3 പീസ് 100. നൊത്തോലിയൊക്കെ ഒരു കൂറ് 100 രൂപയാണല്ലേ? ഓക്കെ. അതാ ചേച്ചി ഇതാ കരുവാടൊക്കെ മീൻ വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കരുവാട് മേടിക്കാം. മഴയും കൂടെ അതിന്റെ പേരിലാണെങ്കിൽ കരുവാട് കൂടുതലെടുത്ത് ഇടാനും പറ്റത്തില്ല. ഓക്കെ. എങ്ങനെയാണ് ഇപ്പൊ കച്ചവടക്കാരൊക്കെ പൊതുവെ വരുന്നുണ്ടോ? കച്ചവടക്കാരല്ല, വാങ്ങിക്കാൻ ആൾക്കാർ വരുന്നുണ്ടോ? വാങ്ങിക്കാൻ ഇപ്പൊ ആൾക്കാർ കുറവാണ്. കാരണം ഈ കപ്പല് മറിഞ്ഞതുകൊണ്ട് അത് യഥാർത്ഥത്തിൽ വിഷവായു ഒന്നുമല്ല, അത് വെറുതെ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അപ്പോഴ് ഒരു വിഷവായുതല്ല. അവിടെ വന്നത് സ്വർണ്ണ ബിസ്ക്കറ്റ്, പിന്നെ വെള്ളി, ഡ്രസ്സുകള്, കേക്കൻ തടികള്, അതൊക്കെയാണ് നിങ്ങൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. പണിക്ക് പോകുന്നവരെ എടുക്കാതിരിക്കാൻ വേണ്ടി സർക്കാർ അതൊന്നും അങ്ങനെ പറഞ്ഞത്. പക്ഷെ അവർക്ക് കിട്ടിയതിനു ശേഷം ഒരു മാറ്റി പറഞ്ഞു. അപ്പൊ ജനങ്ങളൊന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട്, ഞങ്ങൾ ഇതിനെ ചട്ടിട്ടില്ല. ഓക്കെ, ശരി. അപ്പോൾ നമ്മളിനി അടുത്ത സെഷനിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ വലിയ സൈസ് ചൂരയൊക്കെ ഉണ്ട്. റേറ്റ് ഒക്കെ ചോദിക്കാം. ഇവിടെ അത്യാവശ്യം ഇവിടെ മീനുണ്ട്, ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. ചേച്ചി മീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയോ? വലിയ സൈസ്. ആ ഓക്കെ. 1 കിലോ 500 രൂപ വരും. ഓക്കെ ഓക്കെ ഓക്കെ. ചേമീൻ ഒന്ന് എടുത്ത് കാണിക്കോ ചേച്ചി? ചേമീൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ. ചേമീൻ എങ്ങനെയാ റേറ്റ് വരുന്ന? ആ നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസത്തെ അല്ലേ? ഓക്കെ. ആ 700 ഒന്ന് മൊത്തം. ഓക്കെ. അത് കിലോ കണക്കിനാണ് റേറ്റ് വരുന്ന? 650 രൂപ റേറ്റ് വരും. എന്തായാലും ഒരു 2-3 കിലോ വരും, അത് കൂടുതൽ വരും. ഓക്കെ. വേറെ മീനൊക്കെ ഒന്ന് ഓട്ടിച്ച് പറഞ്ഞോ. ഓക്കെ. അതൊക്കെ എങ്ങനെയാ? ഒരു ചെറിയ പീസ് മുള്ളു മാത്രമുള്ള തലയും മുള്ളും. അത് ചേമീന്റെ തന്നെ കലവയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതെങ്ങനെയാ റേറ്റ്? 4 300. തൊട്ടടുത്തിരിക്കുന്നത് സിലോപ്പിയ. അതെങ്ങനെ വരും? 4 100. അടുത്തത് ഓക്കെ. അത് ഒരു കൂറ് 1 ലക്ഷം ഉണ്ടെന്നാണ് ചേച്ചി പറയണത്. എന്തായാലും ഒരു 10-50 കൂടുതലുണ്ട്. ഓക്കെ. അടുത്തത് ഓക്കെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുക ചേച്ചി. ഇത് വലുത്, വലിയ മുള്ളും തലയും. കണ്ടെയ്നർ കൊണ്ടുവരണത് തൂക്കണമെങ്കിൽ ഞാൻ 2 കൈ കൊണ്ടാണ് തൂക്കിയിരിക്കുന്നത്. അന്ന് കണ്ടതുപോലെ ഒന്നുമല്ല, ഇത് വലിയ മീനാണ്. മീനിന്റെ പേരും കൂടെ പറഞ്ഞോ. ഇത് ചെമ്പല്ലി എന്ന് പറയും, കലവെന്നും പറയും. ചെമ്പല്ലി എന്ന് പറയും, കലവെന്ന് പറയും. ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കും നിങ്ങള്? ഇത് ഇപ്പോഴത്തേന് 800 ഞാൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആരും റേറ്റ് പറഞ്ഞിട്ടില്ല. പറയുന്ന അനുസരിച്ചായിരിക്കും കൊടുക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. എല്ലാ ദിവസവും വന്ന് കഴിഞ്ഞാൽ മുള്ളും തലയും കിട്ടും. എല്ലാ ദിവസം കിട്ടൂല, ഉള്ള ദിവസം കിട്ടും. മീനൊക്കെ എവിടെ നിന്ന് ആക്ച്വലി? മീനൊക്കെ അടിമലത്തറയിലുള്ള പൂവാറ് എല്ലാം ഇവിടെ ഉള്ളതാണ്. വെളിയിൽ നിന്നുള്ള മീനുകളൊന്നും ഇല്ല, എടുക്കാറില്ല. ഓക്കെ. നമുക്കിനി അടുത്ത ചേച്ചി ഇതാ എൻ്റെ തല കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയി. എന്തായാലും ഈ സൈഡിലാണെങ്കിൽ വലിയ സൈസ് കൊഞ്ചൊക്കെയാണ് ഉള്ളത്. അതൊക്കെ കൂറ് 200 ആയിരിക്കും അല്ലേ?
ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചേച്ചിയുടെ അടുത്ത് പോകണം. ചേച്ചി എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഉപ്പനൊക്കെ ഉണ്ട്, തേടുണ്ട്, ഉപ്പനുണ്ട്. ഇതെന്ത് മീനാ? ചെമ്പല്ലി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലേ? ഫ്രഷ് ചെമ്പല്ലിയാണ്. ഓ, ഇത് ഉപ്പിട്ടതാ? ഇത് ഉപ്പിട്ടത് എന്തിനാ സംഭവം? അല്ല, കരുവാടാക്കാനാണ്? എന്താണ്? കഴിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തേടിന്റെ കട്ട് ചെയ്ത് എങ്ങനെ കിലോ റേറ്റ് ആണോ? ഒരു പങ്ക് ഒരു കൂറ് വന്നിട്ട് 200 രൂപയാണ് പറഞ്ഞത്. ഇങ്ങോട്ട് അയിലയല്ലേ? അയില, കൊഴിയാള, ചാള, നൊത്തോല, അതൊക്കെ എങ്ങനെയാണ് കൂറൊക്കെ റേറ്റ് വരുന്നത്? 100 രൂപയാണ്. ഈ കാറ്റ് കാരണമാണ് ഇത്ര മീനിന് വില കൂടുന്നത്. ഓക്കെ ഓക്കെ. 1000 രൂപയുടെ മുതലാണ് 2000 രൂപ വാങ്ങുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെയാണ് കച്ചവടം നടത്താൻ? അയില, ചെറിയ സൈസ് അയില. ഓക്കെ, നമ്മളിനി അടുത്തോട്ട് പോകുമ്പോൾ ഇവിടെയും കലവയും ചൂരയും സിലോപ്പിയൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും ഉള്ളത്. ചേച്ചി എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഈ ഒരു ലൊക്കേഷൻ വന്നിട്ട് നേരെ വിഴിഞ്ഞത്തോട്ട് പോകുന്നതാണ് ഈ ഒരു ലൊക്കേഷൻ. ഈ ഒരു സൈഡ് വന്നിട്ട് തെങ്ങ് ഗവേഷണ കേന്ദ്രമാണ്. ആക്ച്വലി ഈ ഒരു റോഡ് വന്നിട്ട് ബാലരാമപുരത്ത് പോകുന്ന റോഡ് ചാവടി നട.